UDF SDPI ജമാഅത്തെ ഇസ്ലാമി ബന്ധം പുറത്തു വന്നപ്പോൾ ജനങ്ങൾ അതറിഞ്ഞു, UDFിൻ്റെ വർഗീയ സ്വഭാവം ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് കണ്ടപ്പോൾ കൊട്ടേഷൻ പണിക്കാരായ മാപ്രകൾ CPMും SDPIയും തമ്മിൽ ബന്ധം, പത്തനംതിട്ട നഗരസഭയിൽ CPIM SDPI ബാന്ധവം, അവിടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി SDPI ആണ് ഭരിക്കുന്നത്, SDPIയുടെ സഹായത്തോടു കൂടിയാണ് CPM ഭരിക്കുന്നതെന്ന പച്ചക്കള്ളം, വ്യാജ പ്രചാരണം കൊട്ടേഷൻ പണിക്കാരായ മാപ്രകൾ നടത്തുകയാണ്. എന്നാൽ എന്താണ് ഇവർ പറയുന്നത് നോക്കാം. അതിനുശേഷം നമുക്ക് വാസ്തവം പുറത്തു കൊണ്ടുവരാം. SDPIക്ക് CPMനോട് തൊട്ടുകൂടായ്മയാണോ? അങ്ങയുടെ അനുഭവം എന്താ? ജയിക്കിനോട് ചോദിക്കുകയാണ്. SDPIക്ക് SDPIയുമായി CPMന് ഒരു ബന്ധവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ലേ? ഏത് ബന്ധം? ഏത് കാലയളവിൽ? പത്തനംതിട്ട മുനിസിപ്പാലിറ്റി അമീന ഹൈദരാലി ജയിച്ചത് എങ്ങനെയാണ്? പത്തനംതിട്ട നഗരസഭയിൽ ഇപ്പോഴും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭയിൽ SDPIയുടെ ആളാണല്ലോ. കേട്ടല്ലോ വ്യാജ പ്രചാരണം. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ SDPIയുമായി CPMന് ബന്ധം എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പച്ചക്കള്ളം, വ്യാജ പ്രചാരണം നടത്തുന്ന മാപ്രകളാണ് ഇവർ. ഇതേ കാര്യം തന്നെ യാതൊരു എളുപ്പമില്ലാത്ത പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ സാറ് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മൾ ഇതേ കാര്യം വസ്തുത നിരത്തി പൊളിച്ചിട്ടുള്ളതാണ്. ആ വീഡിയോ ഒന്ന് വീണ്ടും കാണാം. പത്തനംതിട്ട നഗരസഭയിൽ CPM നേതൃത്വം നൽകുന്ന LDF ഭരിക്കുന്നത് SDPIയോടൊപ്പം ചേർന്നുകൊണ്ടാണ്. അവിടുത്തെ വൈസ് ചെയർപേഴ്സൺ SDPI ആണ് എന്നാണ് നുണയും വ്യാജപ്രചാരണവും മാപ്രകളുടെ സഹായത്തോടുകൂടി നടത്താൻ യാതൊരു മടിയുമില്ലാത്ത പഠിച്ചു പറയുന്ന സതീശൻ ചെയ്യുന്നത്. നമുക്കാദ്യം പഠിച്ചു പറയുന്ന സതീശന്റെ വ്യാജ പ്രചാരണം ഒന്ന് കേൾക്കാം, എന്നിട്ട് മറുപടി പറയാം. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാൻ ആരാ? CPM ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാൻ SDPIക്കാരൻ. അവിടുത്തെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാ? SDPIക്കാരൻ. ഒരുമിച്ച് ഭരിക്കുകയാണ്. എന്നിട്ട് അല്ല, CPM പറഞ്ഞല്ലോ അവരുമായിട്ടൊരു ബന്ധമില്ലെന്ന്, CPM പ്രഖ്യാപിച്ചല്ലോ SDPIയുമായിട്ടൊരു ബന്ധമില്ലെന്ന്. ഈ പത്തനംതിട്ടയിലെ, നിങ്ങൾ പത്തനംതിട്ടയിലെ മാധ്യമ പ്രവർത്തകരാ, ഈ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി CPMും SDPIയും കൂടി ഒരുമിച്ച് ഭരിക്കുന്നത്, ഒരുമിച്ച് വൈസ് ചെയർമാൻ SDPI, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SDPI. അല്ല, ഇതൊക്കെ ഒന്ന് ഞാൻ CPM-കാരുടെ ഇതൊക്കെ CPM-കാരോട് ഒന്ന് ചോദിക്കണം, എനിക്കൊന്ന് കേൾക്കണം, അത്രേ ഉള്ളൂ. എന്നാ കേട്ടോ സതീഷ, പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ ആകെ സീറ്റുകളുടെ എണ്ണം 32. അതിൽ 13 LDF, 13 UDF, 3 സ്വതന്ത്രർ, 3 SDPI. 3 സ്വതന്ത്രരുടെ സഹായത്തോടു കൂടിയാണ് 13 സീറ്റുള്ള LDF 16 സീറ്റോടുകൂടി പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ ഭരിക്കുന്നത്. കോൺഗ്രസ് വിമതരായി മത്സരിച്ചവരാണ് ഈ 3 സ്വതന്ത്രർ. അവരും ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് LSD വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് പത്തനംതിട്ട നഗരസഭയിൽ ആരൊക്കെയാണ് അംഗങ്ങൾ, ഏതൊക്കെ പാർട്ടിയാണ്, ആരൊക്കെയാണ് അവിടുത്തെ സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആരൊക്കെയാണ്, ഏതൊക്കെ പാർട്ടിയാണ് എല്ലാം വളരെ വ്യക്തമാണ്. നമുക്ക് ഈ 3 വിമതരായി മത്സരിച്ചവരുടെ പേര് വിവരങ്ങളും പാർട്ടിയുടെ സ്ഥാനത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുമ്പഴ വടക്ക് വാർഡിൽ ഇന്ദിരാമണി അമ്മ കൗൺസിലർ. നോക്കൂ, അവരുടെ പാർട്ടി വരുന്ന സ്ഥലത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? സ്വതന്ത്രൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 13 LDF, 13 UDF, 3 സ്വതന്ത്രർ, 3 SDPI. ഇനി അടുത്ത സ്വതന്ത്രൻ ആരാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത സ്വതന്ത്രൻ 29-ാം വാർഡിലെ KR അജിത് കുമാർ ആണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എഴുതേണ്ട സ്ഥലത്ത് സ്വതന്ത്രൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് അടുത്ത 3ാമത്തെ സ്വതന്ത്രനായി വിജയിച്ചത് ആരാണെന്ന് നോക്കാം. കുമ്പഴ പടിഞ്ഞാറ് വാർഡ് 21-ാം വാർഡിൽ നിന്ന് ജയിച്ച ആമിന ഹൈദരാലി. രാഷ്ട്രീയത്തിന്റെ അവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ, സ്വതന്ത്രൻ. അവരുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ, 21-ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ആമിന ഹൈദരാലി. ഈ ആമിന ഹൈദരാലിയാണ് പത്തനംതിട്ട നഗരസഭയിലെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എങ്ങനെ SDPI കാര്യമാവുന്നത്? ഇവിടുന്നാണ് സതീശന് ആ വിവരം കിട്ടിയത്. പച്ചക്കള്ളം പറയാൻ മടിയില്ലാത്ത സതീശൻ പറയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആമിന ഹൈദരാലി SDPI കാരിയാണ് എന്ന്. 2015, 2020 കാലഘട്ടത്തിൽ പത്തനംതിട്ട നഗരസഭയിൽ 21-ാം വാർഡിനെ റെപ്രസെന്റ് ചെയ്തത് ഹൈദരാലി എന്ന കോൺഗ്രസുകാരനാണ്. അദ്ദേഹം ഇടയ്ക്ക് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയായ ആമിന ഹൈദരാലി UDFന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ 21-ാം വാർഡിൽ മത്സരിക്കുകയും ജയിക്കുകയും നഗരസഭയിൽ വന്നതുമാണ്. എന്നാൽ 2020-ലെ തെരഞ്ഞെടുപ്പിൽ ആമിന ഹൈദരാലിക്ക് സീറ്റ് കൊടുക്കാതിരിക്കുകയും ആമിന ഹൈദരാലി സ്വതന്ത്രയായി അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തതാണ്. ഇവിടെ എങ്ങനെയാണ് SDPI സ്ഥാനാർത്ഥിയാകുന്നത്? കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആമിന ഹൈദരാലി അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തപ്പോൾ അതെങ്ങനെയാണ് SDPI കാര്യമാവുന്നത്? ആമിന ഹൈദരാലി UDFന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചപ്പോൾ കോൺഗ്രസുകാരി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചപ്പോൾ അവര് SDPI കാരിയായി. എങ്ങനെയുണ്ട് സതീഷ? ഇനി നമ്മൾക്ക് ആമിന ഹൈദരാലി പത്തനംതിട്ട നഗരസഭയിൽ കൊടുത്ത സത്യപ്രസ്താവന, അഫിഡവിറ്റ് എന്താണെന്ന് നമുക്കൊന്ന് കാണാം.
ഇതാണ് പത്തനംതിട്ട നഗരസഭയിൽ അവർ കൊടുത്ത അഫിഡവിറ്റ്. അതൊന്ന് നമുക്ക് വായിക്കാം. ഫോറം 2 സത്യപ്രസ്താവന. ആമിന ഹൈദരാലി എന്ന ഞാൻ മുനിസിപ്പൽ കൗൺസിലർ 21-ാം വാർഡിൽ നിന്ന് 8/12/2020 നടന്ന തെരഞ്ഞെടുപ്പിൽ വൃക്ഷം എന്ന ചിഹ്നത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും സഖ്യത്തിന്റെയോ പിന്തുണയോ ഇല്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വായിക്കാം. ഒരു രാഷ്ട്രീയ കക്ഷിയുടെയോ സഖ്യത്തിന്റെയോ പിന്തുണയില്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്ന് ഇതിനാൽ സത്യപ്രസ്താവന ചെയ്തു കൊള്ളുന്നു. ഇതിൽ എവിടെയാണ് സതീശ SDPI കാരിയാണോ ആമിന ഹൈദരാലി? നിങ്ങളുടെ പാർട്ടിയിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഹൈദരാലി എന്ന ആളുടെ ഭാര്യ UDF സ്ഥാനാർത്ഥിയായി 2015-2020 തിരഞ്ഞെടുക്കപ്പെടുകയും 2020 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് അവർ വൃക്ഷം എന്ന ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചതിനെ നിങ്ങൾ എങ്ങനെയാണ് SDPI കാരിയാക്കുന്നത്? ജനങ്ങൾ ഇതൊക്കെ കാണും. ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാം. അറിഞ്ഞിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ സതീശൻ പറഞ്ഞത് നമുക്ക് ഒന്നുകൂടെ കേൾക്കാം. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാൻ ആരാ? CPM ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാൻ SDPI കാരൻ. എന്താണ് സതീശ? ജനങ്ങൾ കേൾക്കുമെന്നുള്ള സാമാന്യ ബോധം പോലും നിങ്ങൾ മറന്നുപോയി. പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അധികാരത്തിന്റെ മത്ത് പിടിച്ച് എന്ത് കള്ളവും വ്യാജപ്രചാരണവും പറഞ്ഞാലും അത് പാടി നടക്കാൻ നിങ്ങളുടെ കൂടെ ഇടതുവിരുദ്ധ മനോരോഗം ബാധിച്ച മാപ്രകൾ ഉണ്ടെന്ന് കരുതി ജനങ്ങളുടെ മുന്നിൽ വന്ന് ഈ പച്ച കള്ളം പറഞ്ഞതിന് ഉളുപ്പ് വേണ്ടേ സതീശ എന്ന് ചോദിക്കുന്നതിന് പോലും ഒരു ഉളുപ്പ് വേണ്ടേ? താങ്കളുടെ സമീപകാല പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്ന് പറയുന്ന കാര്യങ്ങൾ. ഈ അടുത്ത പച്ചക്കള്ളം നമുക്ക് എന്താണെന്ന് കേൾക്കാം. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ കാര്യമാണ് സതീശൻ പറയുന്നത്. അതൊന്ന് കേട്ടിട്ട് നമുക്ക് മറുപടി പറയാം. അവിടുത്തെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാ? പത്തനംതിട്ടയിലെ പത്രപ്രവർത്തകരിലിരിക്കണേ ആരാ? SDPI കാരൻ. ഒരുമിച്ച് ഭരിക്കാണ്. ഇനി എന്താണ് അതിന്റെ വാസ്തവം എന്ന് നമുക്ക് നോക്കാം. 32 അംഗങ്ങളുള്ള പത്തനംതിട്ട നഗരസഭയിലെ 13 LDF അംഗങ്ങളും 3 സ്വതന്ത്ര അംഗങ്ങളും കൂടി ചേർത്ത് 16 അംഗങ്ങളാണ് LDFിനുള്ളത്. 13 അംഗങ്ങൾ UDF, 3 അംഗങ്ങൾ SDPI. 5 അംഗങ്ങൾ വീതമുള്ള 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് ഉള്ളത്. ചെയർപേഴ്സൺ മാറി നിൽക്കുമ്പോൾ വൈസ് ചെയർപേഴ്സൺ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ഇരിക്കുമ്പോൾ ബാക്കി 14 അംഗങ്ങളാണ് CPM നയിക്കുന്ന ഇടതുപക്ഷത്തിന് സ്വതന്ത്രരും ഉൾപ്പെടെ ഉള്ളത്. 5 അംഗങ്ങൾ വീതമുള്ള 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ CPMന് ഭൂരിപക്ഷം വേണമെങ്കിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ 3 പേരെങ്കിലും മിനിമം വേണം. അങ്ങനെ 3 പേരെ വെച്ച് ഒരു നഗരസഭ നടത്തിക്കൊണ്ടുപോകാനുള്ള അതിപ്രധാനമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ CPM അത് ഏറ്റെടുക്കുമ്പോൾ 4 കമ്മിറ്റികളിൽ 3 പേരെ വെച്ച് 12 പേർ മാറിക്കഴിഞ്ഞു. പിന്നെ 2 പേരാണ് ബാക്കിയുള്ളത്. 2 കമ്മിറ്റികളുമുണ്ട്. ഈ 2 കമ്മിറ്റികൾ ഇടതുപക്ഷത്തിന്റെയോ ആളുകളുടെ ശ്രദ്ധ വേണം എന്നുള്ളത് കൊണ്ട് ഓരോ കമ്മിറ്റിയിൽ ഒരാൾ എന്ന നിലയിൽ 5ാമത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും 6ാമത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഒരാൾ വീതം ഇടതുപക്ഷത്തു നിന്നാണ് ഉണ്ടാകുക. അപ്പോൾ 4 കമ്മിറ്റികൾ CPM നേടുന്നു. 5ാമത്തെ കമ്മിറ്റി കോൺഗ്രസ് നേടുന്നു. CPMന്റെ ഒരു അംഗവും ഉണ്ടാകുന്നു. എന്നാൽ ഈ 5 കമ്മിറ്റികളിലും മത്സരിക്കാൻ തയ്യാറാവാത്ത SDPI അവസാനം തെരഞ്ഞെടുപ്പ് നടന്ന വിദ്യാഭ്യാസ കമ്മിറ്റിയിൽ 3 പേരും മത്സരിക്കുമ്പോൾ അവിടെ ഇടതുപക്ഷത്തിന്റെ ഒരാളും കോൺഗ്രസിന്റെ ഒരാളും ചേർത്ത് 5 പേരുണ്ടാകുമ്പോൾ ഭൂരിപക്ഷം SDPI ആകുമ്പോൾ SDPI ആ കമ്മിറ്റി ഭരിക്കുകയാണ് ചെയ്യുന്നത്. SDPIക്ക് ഭൂരിപക്ഷമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ LDFും ഉണ്ട്, UDFും ഉണ്ട്, UDFിന്റെ ഭാഗമായ കോൺഗ്രസും ഉണ്ട്. അപ്പോഴാണ് സതീശൻ പറയുന്നത് അവിടുത്തെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാ? SDPI കാരൻ. ഒരുമിച്ച് ഭരിക്കാണ്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയില് 3 SDPI, ഒരു LDF, ഒരു UDFിന്റെ ഭാഗമായ കോൺഗ്രസ്. എന്നിട്ടാണ് പറഞ്ഞത് CPMവും SDPIയും കൂടെ ഒരുമിച്ചാണ് ഭരിക്കുന്നതെന്ന്. ആ കമ്മിറ്റിയിലുള്ള കോൺഗ്രസ്സുകാരൻ കമ്മിറ്റി നടക്കുമ്പോൾ കിളക്കാൻ പോവോ സതീശ? കിളക്കാൻ പോവോ? വല്ലവരും പറയുന്ന കേട്ട് വന്ന് വല്ല ഈ പച്ച കള്ളം പറയാൻ ലേശമെങ്കിലും ഉളുപ്പ് വേണ്ട സതീശ നിങ്ങൾക്ക്? കാര്യങ്ങളെല്ലാം പഠിച്ചു പറയുന്ന സതീശനാണ് കേട്ടോ. കാര്യങ്ങളെല്ലാം പഠിച്ചു പറയുന്നതാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഉളുപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പച്ച കള്ളമാണ് പറഞ്ഞത്, പ്രചാരണമാണ് നടത്തിയത്, അതുകൊണ്ട് ജനങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് ജനങ്ങളുടെ മുന്നിൽ നിന്ന് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ സതീശ? എവിടെ? പൃഷ്ഠത്തിൽ ആല് കിളിച്ചാൽ അതും തണലാണെന്ന് പറഞ്ഞ് അങ്ങനെ ആൽ കൃഷിയിൽ കർഷകശ്രീ അവാർഡ് നേടിയ സതീശ നിങ്ങളോട് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? ഉളുപ്പുണ്ടോ എന്ന് ജനങ്ങള് സതീശനോട് ചോദിച്ചാൽ ഉളുപ്പെന്ന വാക്ക് ഒലക്കെ എടുത്തുകൊണ്ടുവന്ന് ജനങ്ങളെ കണ്ടം വഴി ഓടിച്ചിട്ടടിക്കും. നോക്കൂ, UDF മാപ്ര കൊട്ടേഷൻ ബന്ധം എന്ന് വെറുതെ പറയുന്നതല്ല. നോക്കൂ, സതീശനും ഈ മാപ്രകൾക്കുമെല്ലാം കള്ളം പറയുന്നതിൽ, വ്യാജ പ്രചാരണം നടക്കുന്നതിൽ ഒരേ ശബ്ദം. വാസ്തവം എന്താണെന്ന് കേട്ടില്ലേ? ഇത്തരം വ്യാജ പ്രചാരണം നടത്തുന്ന ഇത്തരം മാപ്രകളെയും സതീശനെയും ഒക്കെ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ.